ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഒക്കെ വീഡിയോ ആണ്, ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. യൂഷ്വലി ഞാൻ ഉണ്ടാക്കാറുണ്ട് വീക്കെൻഡിൽ. നമ്മുടെ ഇല്ലിയറ്റ് വേവ് കൗണ്ടിങ്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇല്ലിയറ്റ് വേവിൻ്റെ സം വീഡിയോസ് ഞാൻ സാമ്പിൾ വീഡിയോസ് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ വീഡിയോസ് എല്ലാവരും മസ്റ്റായിട്ട് കാണുന്നു. അതിൻ്റെ ഒരു പാർട്ടാണ് ഈ വീഡിയോ. ഇന്നത്തെ വീഡിയോ ABC സ്ട്രക്ചറാണ്. ABC സ്ട്രക്ചർ മീൻസ് കറക്ഷൻ. ഓക്കെ, കറക്ഷൻ, അതാണ് ABC സ്ട്രക്ചർ. ഓക്കെ, ജസ്റ്റ് ഇൻ ഷോർട്ട് എനിക്ക് പറയാനുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് ഞാൻ ഇല്ലിയറ്റ് വേവ് എടുക്കും. ഓക്കെ, ഇല്ലിയറ്റ് വേവ് ഇമ്പൾസിൻ്റെ അത് നമ്മുടെ ABC എപ്പോഴാണ് വർക്ക് ചെയ്യുക അറിയാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് 1, ഓക്കെ, 2, 3, 4 and 5 ഇങ്ങനെയാണ് നമ്മുടെ ഇല്ലിയറ്റ് വേവ്, റൈറ്റ്. ഇല്ലിയറ്റ് വേവിൽ ABC വർക്ക് ആവുന്നത് എപ്പോഴും ഈ 1 to 2 ഫോൾ ആൻഡ് 3 to 4 ഫോൾ. ഇവിടെ മാത്രമേ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ മാത്രമേ നമ്മുടെ ABC വർക്ക് ആവുള്ളൂ. ABC എന്ന് പറഞ്ഞാൽ കറക്ഷനാണ്. അത് താഴ്ന്ന മുകളിലേക്ക് പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് ബുള്ളിഷ് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോഴേക്ക് അതും അങ്ങനെ തന്നെയാണ്. ഓർ നമ്മുടെ കൗണ്ടിങ് നമ്മൾ താഴേക്ക് ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4 or 5 അപ്പോഴും ഇത് തന്നെയാണ്. ഓക്കെ, സോ എങ്ങനെ നമ്മൾ നോക്കിയാലും കറക്ഷൻ. സോ ഈ സിറ്റുവേഷനിൽ 1 to ഫ്രം 1 to 2 ഫോൾ ആൻഡ് 3 to 4 ഫോൾ. യെസ്. സോ ഈ സിറ്റുവേഷൻ അങ്ങനെയാണ്. ആൻഡ് ദെൻ ഇപ്പുറത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ പ്രൈസ് താഴേക്ക് വരുമ്പോഴാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ബുള്ളിഷ് സൈഡാണ് നോക്കേണ്ടത്. ഓക്കെ, ഇത് കണ്ട ബുള്ളിഷ് സൈഡ് മീൻസ് പ്രൈസ് മുകളിലേക്ക് ബൗൺസ് വരുന്നു, പ്രൈസ് ഫോൾ താഴേക്ക് വരുന്നു. ബട്ട് ABC സ്ട്രക്ചർ നമ്മൾ മുകളിലേക്ക് നോക്കേണ്ടതാണ്. മനസ്സിലായോ? സോ അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. ദാറ്റ് മീൻസ് ABC സ്ട്രക്ചർ ഇതാണ്. സോ ABC സ്ട്രക്ചർ നമ്മൾ റീഡ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും എങ്ങനെയാണ്, മേജർ 1 ഫസ്റ്റ് വേവ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പ്രൈസ് നമുക്ക് അറിയാം ഒരു വേവ് ഫസ്റ്റ് കംപ്ലീറ്റ് ആയി. ദെൻ താഴേക്ക് പ്രൈസ് വരുമ്പോൾ അപ്പോഴാണ് നമുക്ക് ആ പ്രൈസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫസ്റ്റ് വേവ് എങ്ങനെയാണ് പോകുന്നത്, 1, 2, 3, 4, 5 ഫസ്റ്റ് വേവ് പോകുന്നത് അങ്ങനെയാണ്. താഴേക്ക് ഫോൾ, സെക്കൻഡ് വേവ് താഴേക്ക് ഫോൾ വരുന്നത് 1, 2, 3 പക്ഷേ അത് 1, 2, 3 ഇൻ ഷോർട്ടാണ്. ആക്ച്വലി പറയുന്നത് ഇതിന് ABC സ്ട്രക്ചറാണ്. ഓക്കെ, ABC സ്ട്രക്ചർ 1, 2, 3 ഡിഫറൻസ് എന്താണ്? ചിലപ്പോൾ അത് ഉണ്ടാകുമല്ലോ, നമ്മുടെ ഡൗട്ട് അങ്ങനെ ഉണ്ടാകുമല്ലോ. സോ ABC സ്ട്രക്ചർ ജസ്റ്റ് ഞാനിപ്പോൾ സപ്പോസ് പ്രൈസ് ഇത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. ഓക്കെ, ഇത് A ആണ്. മുകളിലേക്ക് B ഇവിടെ വരെ 50 ഈ ഫുൾ ഫോളിൻ്റെ ഇത്ര വരെയും പോകാം. ഓർ ഇതിൻ്റെ ലിക്വിഡ് C അവിടെ വരെ പോയിട്ട് വരാം. ആൻഡ് പിന്നെ C താഴേക്ക് വരും. ഇങ്ങനെയാണ് യൂഷ്വലി ABC സ്ട്രക്ചർ. ഓക്കെ, അതിൽ നമ്മുടെ വേവ് കൗണ്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ 0 ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യില്ല. 50% ഓർ 61.80% ആ ഒരു ഏരിയയിൽ നിന്ന് B അത്ര വരെ ബൗൺസ് തരുള്ളൂ. ആൻഡ് താഴേക്ക് വരും. ഓക്കെ, ആൻഡ് താഴേക്ക് വരും. അത് നോർമൽ കേസസിലാണ്. റെയർ കേസസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് റെയർ കേസസ്. നോർമൽ കേസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല മാർക്കറ്റിലും കിട്ടും, വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ടാകും, അതിന് നമ്മൾ സെർച്ച് ചെയ്താലും. ബട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത് ഈ ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ കൂടുതൽ നടക്കുന്ന സംഭവമാണ് ഈ ഇന്നത്തെ നമ്മുടെ ABC സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ആ ഡിസ്കഷൻ എന്താണെന്ന് അറിയാമോ? ഈ 0 ഇല്ല, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യും, ജസ്റ്റ് ബ്രേക്ക് ചെയ്യും, ഇത്തിരി മുകളിലേക്ക് പോയിട്ട് നമ്മൾ ഇവിടെ നോക്കും ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓർ ഈ ഹൈ ബ്രേക്ക് ചെയ്തല്ലോ, പ്രൈസ് ബുള്ളിഷായി, നമ്മളങ്ങനെ ചിന്തിക്കും പ്രൈസ് ബുള്ളിഷായി. ആൻഡ് പ്രൈസ് ഇനി ഇവിടെ നിന്ന് നമ്മൾ എല്ലാവരും നോർമലി അങ്ങനെയാണല്ലോ, പ്രൈസ് ഇവിടെ ഹൈ അടിച്ചു, താഴേക്ക് വന്നു, പിന്നെ മുകളിലേക്ക് പോകുന്നു, ഈ ഒരു ഹൈ ക്രോസ് ചെയ്യുന്നു, പ്രൈസ് ആക്ഷൻ ബേസ്ഡ് അങ്ങനെയാണല്ലോ. ഈ ഒരു ഹൈ ഇവിടെ ക്രോസ് ചെയ്യുന്നു പ്രൈസ്, കണ്ടോ? സോ പ്രൈസ് ഹൈ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂ കമേഴ്സ് എല്ലാവരും അങ്ങനെ അല്ലേ, പ്രൈസ് ഹൈ ബ്രേക്ക് ചെയ്ത് ചെറിയൊരു റീട്രേസ്മെൻറ്റ് നമ്മൾ എൻട്രി എടുക്കും മുകളിലേക്ക്. ബട്ട് അത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഇൻ ഷോർട്ട് സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ നമ്മുടെ ഇല്ലിയറ്റ് വേവിൽ നമ്മൾ അത് പറയുന്നത് കറക്ഷൻസ് ആണ്, ABC സ്ട്രക്ചർ. ആ സ്ട്രക്ചറിൽ നമ്മളിത് നോക്കുവാണെങ്കിൽ കാൽക്കുലേഷൻസ് എങ്ങനെയാണ്, ആ സ്ട്രക്ചർ കാൽക്കുലേഷൻസ് എന്താണ്, മേജർ നമുക്ക് പറയാനുള്ളത് എന്താണ്, ഈ ഒരു B ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഈ ലേറ്റസ്റ്റ് നടക്കുന്ന മാർക്കറ്റിൽ ഇവിടെ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. സോ ഈ ഫിബ് റിട്രേസ്മെൻറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഫ്രം ഹിയർ 0 to 1 വരെ, A വരെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇത് കണ്ടോ,
ഇത് മോസ്റ്റ്ലി 101.00%, 101% വരെ പോകും. ഇത് കണ്ട എക്സാക്ട് ബി അവിടെ വരെ പോകും. ദാറ്റ് മീൻസ് ഈ സീറോ ഉണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ ഈ പ്രൈസ് വന്നില്ല, ആ പ്രൈസിൻ്റെ അവിടെ നിന്ന് അത് ബ്രേക്ക് ചെയ്യും, എല്ലാവരും ബുള്ളിഷ് സൈഡിലേക്ക് ഇരുത്തും, ആ ഒരു ബുള്ളിഷ് എൻട്രി കാണിക്കും. ആൻഡ് 101.00%, ദാറ്റ് മീൻസ് 101% അവിടെ നിന്ന് എക്സാക്റ്റ് അവിടെ നിന്ന് റിജക്ഷൻ എടുക്കും. മോസ്റ്റ്ലി ചാൻസസ് അങ്ങനെയാണ്. 0.1 എങ്ങനെ ചില സമയത്ത് ഇച്ചിരി പോയിൻറ്റ്സ് ഡിഫറൻസ് ഉണ്ടാവും. സോ 101 പോയിൻറ്റ് അവിടെ നിന്ന് ഈ റേഷ്യോ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ ഇവിടെ സെറ്റിങ്സ് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, കോർഡിനേറ്റ്സിൽ പോവുക, ഫിബ്രവരി ട്രീറ്റ്മെൻറ്റ്, ഈ റേഷ്യോസ് ഇവിടെ നമുക്ക് ഏതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടോ, ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എല്ലാവർക്കും അത് ആഡ് ചെയ്യാൻ പറ്റും ഈസിലി. സോ 101.00% അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജിലേക്ക് വരണം. അവിടെ നിന്ന് എക്സാക്ട് റിജക്ഷൻ എടുക്കും. ആൻഡ് ദാറ്റ് മീൻസ് ലിക്വിഡിറ്റി സ്വീപ്പുമായി ആൻഡ് താഴേക്ക് പ്രൈസ് വരും. സിയുടെ സ്ട്രക്ചർ സ്പീഡ് ഫോൾ ആയിരിക്കും. ഇത് 0 to A സ്ലോ ആയിരിക്കും, A to B സ്ലോ ആയിരിക്കും, B to C ആയിരിക്കും സ്പീഡ്. കാരണം എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, മനസ്സിലാക്കണം. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. സോ താഴേക്ക് പ്രൈസ് വരുമ്പോൾ ജെന്വനി മൂവ് കാണിച്ചു തരും നമുക്ക്. ഓക്കെ, പിന്നെ ഇനി നോട്ട് ചെയ്യാനുള്ളതാണ് നമുക്ക് മേജറായിട്ട് നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് അത് മസ്റ്റായിട്ട് മേജറായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി സപ്പോസ് നമ്മൾ ഈ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ ഇത് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. A, B and C ഇതൊക്കെ ഞാനിപ്പോൾ ലൈവ് മാർക്കറ്റിംഗ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ ഈ സ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കാണുവാണെങ്കിൽ എക്സാക്റ്റ് അറിയാൻ പറ്റും ഈ സംഭവം എക്സാക്ട്ലി ആണ് നടക്കുന്നത്. ദാറ്റ് മീൻസ് ഞാൻ നേരത്തെ തന്നെ നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ മാറ്റർ. ബട്ട് എക്സ്പ്ലനേഷൻ ഇപ്പോഴാണ് തരുന്നത്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിൽ നിങ്ങളത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണത് കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മാർക്കറ്റിൽ ട്രാക്ക് ചെയ്തല്ലോ, അതാണ് നമ്മുടെ മെയിൻ ഇത്. സോ എനിവേ, ഇനി നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ സപ്പോസ് നമ്മൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ അകത്ത് ഈ 0 to A അകത്ത് 1, 2, 3 മൂവ്സ് ഉണ്ടാവുള്ളൂ. എത്ര മൂവ്സ് ഉണ്ടാവും? 1, 2, 3 മൂവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ. സോ പ്രൈസ് സ്മോൾ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ആണ്. ഇതൊക്കെ നിങ്ങൾ തലകൊണ്ട് ചിന്തിക്കണം. ഞാൻ എല്ലാ കാര്യം പറഞ്ഞു തരത്തില്ല. സോ ഒന്ന് ചിന്തിക്കണം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് അതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് ആണ്. അതിലേക്ക് വേണം വന്നിട്ട് നമ്മൾ ഇത് നോക്കേണ്ടത്, ഈ ഒരു മൂവ്. സോ 0 to A മൂവ് എങ്ങനെ വരും? ഫസ്റ്റ് ഇങ്ങനെ, പിന്നെ ഒരു ബൗൺസ്, ചെറിയൊരു ബൗൺസ് വരും. അത് എങ്ങനെ അത് ഡീപ്പ് കാൽക്കുലേഷനിലേക്ക് പോകും, അത് നമ്മൾ നോക്കണ്ട. ആൻഡ് പിന്നെ പ്രൈസ് താഴേക്ക് വരും. സോറി, ഓക്കെ, ഇത് കണ്ടോ. സോ ഈ ഫോൾ 3 വരും, 3 മൂവ്സിൽ വരും. 1, 2, 3. ഈ എയുടെ മൂവ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൻ്റെ ആ എയുടെ മൂവ് അത് വരുന്നത് 1, 2, 3 സ്മോൾ സ്ട്രക്ചറിലാണ്. ആൻഡ് മുകളിലേക്ക് ബി പോകുമല്ലോ, ആ ബിയും അങ്ങനെ തന്നെ പോവുള്ളൂ. ആ ബി സെയിം അങ്ങനെ തന്നെ 3 മൂവ്സിൽ പോവുള്ളൂ. ഫ്രം ഹിയർ 1, 2 and 3. ഏകദേശം എക്സാക്റ്റ് അല്ല, ഏകദേശം ഇങ്ങനെ പോവുള്ളൂ. ഓക്കെ, സോ ആ ബി നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കി. 1, 2, 3, 1, 2, 3 ഈ മൂവ്സിൽ ഇതുപോലെ തന്നെ പ്രൈസ് എങ്ങനെ ഈ മൂവ്സിൽ ബി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എ വന്ന ഫോൾ 1, 2, 3യിലാണ്, മറ്റേത് വന്ന ഫോൾ 1, 2, 3 ബൗൺസ് വരുന്ന 1, 2, 3 മൂവിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഇത് നമ്മുടെ കറക്ഷനാണ്, ABC സ്ട്രക്ചറാണ്. നെക്സ്റ്റ് വരുന്നത് സി ആയിരിക്കും. സിയുടെ മൂവ് നമുക്ക് കിട്ടുന്നത് എക്സാക്ട്ലി നമ്മുടെ ഇല്ലിയറ്റ് വേവിൻ്റെ ഇമ്പൾസിൻ്റെ പോലെ 1, 2, 3, 4, 5 സ്ട്രക്ചറിൽ 1, 2, 3, 4 and 5 സ്ട്രക്ചറിൽ. ഇങ്ങനെ ആയിരിക്കും ഫിഫ്ത്ത് ഫോൾ, മറ്റേ ഫിഫ്ത്തിൻ്റെ ആ ഒരു ഫോൾ, ഫെർദർ ഫോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഞാനിങ്ങനെ ഓറഞ്ചാക്കി മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്, കുറച്ചുകൂടി തിക്കാക്കി മാർക്ക് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം മനസ്സിലായോ? മെയിൻ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത് ഇത് തന്നെയാണ്. ഫസ്റ്റ് ഈ ABC ആണ്. ഏത് ഫോൾ വരുന്നത് 3 മൂവ്സിൽ 1, 2, 3 നമ്മളിത് റെഗുലർലി ട്രാക്ക് ചെയ്യണം. ഡെയിലി ഈ വീഡിയോ ലൈവ് മാർക്കറ്റിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് മാർക്കറ്റിൽ നടക്കുന്ന ഇങ്ങനത്തെ മൂവ്സാണ് സ്മോൾ ടൈം ഫ്രെയിം ഇൻട്രാഡേ പർപ്പസിൽ.
ബിഗർ ടൈം ഫ്രെയിമിലും ഉണ്ടാകും, ഇല്ലാന്നല്ല. പക്ഷേ നമുക്ക് ഇത് ക്രോസ് ചെക്ക് നമ്മൾ അങ്ങനെ എപ്പോഴും നമ്മൾ ട്രാക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉണ്ട് ഡെയിലി. സോ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്ലിയറിറ്റി കിട്ടും. സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മളെപ്പോഴും കൺഫ്യൂസ് ആയിരിക്കും. അയ്യോ നമ്മൾ എന്താ ചെയ്യുക. ഇൻഡെക്സിൽ മോസ്റ്റ്ലി അങ്ങനെയാണ്. ഇൻഡെക്സിൽ നമ്മൾ കൺഫ്യൂസ് ആയിരിക്കും. ഇൻഡെക്സിൽ കൂടുതൽ നടക്കുന്നത് ഇതാണ് ABC സ്ട്രക്ചർ. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് ABC സ്ട്രക്ചറിൽ. ബട്ട് ഇത് ഒരു വീഡിയോ ആണ്, ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. ബട്ട് ഇത് ഒരു പാർട്ടാണ്, അതിൻ്റെ ഒരു പാർട്ടാണ്. ഇഷ്ടംപോലെ പാർട്സ് ഇനിയും കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മസ്റ്റായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നന്നായിട്ട് ഷെയർ ചെയ്യണം എല്ലാവരും കൂടി. അപ്പോഴേ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. സോ എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കൂടി. അപ്പോഴേ എനിക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും, കുറച്ചുകൂടി എനിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും നെക്സ്റ്റ് വീഡിയോ ഉണ്ടാക്കാനുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ABC സ്ട്രക്ചർ. സോ ഈ എയുടെ ഫോൾ 3 മൂവ്സിൽ, ബിയുടെ ബൗൺസ് 3 മൂവ്സിൽ ആൻഡ് 101%. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. 101% തന്നെ ആയിരിക്കുള്ളൂ. റെയർ കേസസിലാണ് 127% നമ്മൾ ഞാൻ കാണിച്ചു തരാം. റെയർ കേസസിലാണ് ഞാൻ അങ്ങനെ നമ്മൾ വരുള്ളൂ. ഇത് കണ്ടോ, ഇത് കണ്ടോ. ഇപ്പോൾ എക്സാക്ട് 101% ആണല്ലോ. റെയർ കേസിലാണ് 120.20% ഫോൾ തിരിച്ച് വരുള്ളൂ. ഓക്കെ, സോ പിന്നെ താഴേക്ക് വരുന്ന ഫോൾ എപ്പോഴും, ഈ താഴേക്ക് വരുന്ന ഫോൾ ഉണ്ടല്ലോ, എപ്പോഴും 5 മൂവ്സിൽ വരുള്ളൂ. അത് ഇല്ലിയറ്റ് വേവിൻ്റെ ഇമ്പൾസ്, നമ്മളിപ്പോൾ ഇത്ര നാൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഇമ്പൾസിലേക്കാണ് ഈ ഫർദർ ഫോൾ. ഇത് തന്നെ സെയിം സിറ്റുവേഷൻ ആയിരിക്കും മുകളിലേക്ക് സെയിം ഇതുപോലെ തന്നെയാണ്. മനസ്സിലായോ? ഇപ്പോൾ സപ്പോസ് മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഇൻവേർട്ട് ചാർട്ട് അടിച്ചിരിക്കുന്നതാണ്, അതാണ് ഇത് നേരെ തീർച്ചയായും. സോ അതിൽ ഫസ്റ്റ് പ്രൈസ് 1, 2, 3 ബൗൺസ് വരും ആൻഡ് ദെൻ സഡൻ താഴേക്ക് വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ബുള്ളിഷ് മാർക്കറ്റിൽ യൂഷ്വലി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. താഴെ വന്ന് സപ്പോർട്ട് എടുത്ത് ഇവിടുന്ന് എന്നിട്ട് ലിക്വിഡിറ്റി വീണ്ടും താഴേന്ന് എക്സാക്ട്ലി നിങ്ങളുടെ SL എടുത്തിട്ട് എക്സാക്ട്ലി ഇവിടുന്ന് തിരിച്ച് അതേ സ്പീഡിൽ, ഡബിൾ സ്പീഡിലായിരിക്കും ചിലപ്പോൾ മൂവ്സ് അങ്ങനെ കയറിപ്പോകും. അപ്പോൾ നമ്മൾ അയ്യോ നമ്മുടെ SL എടുത്തിട്ട് എക്സാക്ട്ലി ആ പോയിന്റ് നമ്മുടെ SL എടുത്തിട്ടാണ് തിരിച്ചു പോയി. സോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാണെന്ന്. ഈ ABC 1, 2, 3 സ്മോൾ എയുടെ സ്ട്രക്ചർ 3 മൂവ്സിലായിരിക്കും, ബിയുടെ ഫോൾ 3 മൂവ്സ് ആയിരിക്കും. അപ്പോൾ തന്നെ 3 മൂവ്സിലാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക. കാരണം ഇല്ലിയറ്റ് വേവിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, യൂഷ്വലി കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മൾ കുറേ നാളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലിയറ്റ് വേവിൻ്റെ ശരിക്കും ഫസ്റ്റ് വേവ് ആണെങ്കിൽ അത് വൺ വേവ് ആണെങ്കിൽ അത് 5-ലായിരിക്കും. 1, 2, 3, 4, 5-ലായിരിക്കും. 5 മൂവ്സിലായിരിക്കും 1 വേവ് കംപ്ലീറ്റ് ആവുന്നത്. പക്ഷേ ഇത് നമ്മൾ 1 കൗണ്ട് ചെയ്യണമെങ്കിൽ 1, 2, 3-ലാണ് ആകെ വരുന്നുള്ളൂ. 3 മൂവ്സിൽ, മറ്റേത് 5 മൂവ്സിൽ, ഇത് 3 മൂവ്സിൽ വരുള്ളൂ. 3 മൂവ്സിൽ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കണം ഇത് ABC സ്ട്രക്ചറാണ്. ഈ വീഡിയോ ഒരു പ്രാവശ്യം കണ്ടാൽ മനസ്സിലാവത്തില്ല. ലൈവ് മാർക്കറ്റ് ക്രോസ് ചെക്ക് ചെയ്യണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ എപ്പോഴും ആക്റ്റീവാണ്. മോസ്റ്റ്ലി ഞാൻ എന്തായാലും ആക്റ്റീവ് ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്ത് ഞാൻ റിപ്ലൈ തരാം. ചാൻസസ് ഉണ്ടാവും, ഞാൻ റിപ്ലൈ പെട്ടെന്ന് തരും. ഓക്കെ, സോ ഇങ്ങനെയാണ് ബുള്ളിഷ് ലിക്വിഡിറ്റി CP ആൻഡ് ദെൻ 1, 2, 3, 4, 5 സ്ട്രക്ചറിൽ C കംപ്ലീറ്റ് ആവും, സ്പീഡിൽ പോകും. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുന്നത് ഈ സ്ട്രക്ചർ ഫുള്ളെല്ലാം ഓക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം മസ്റ്റായിട്ട് എല്ലാവരും കൂടി. ഇനി ഞാൻ ലൈവ് മാർക്കറ്റിൽ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത മാറ്ററാണ് ഇത് കണ്ടോ. 1, 2, 3, 4, 5 എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഈ സ്ട്രക്ചർ എടുക്കുക. ഇത് ലാസ്റ്റ് വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ, ലാസ്റ്റ് വീഡിയോ നമ്മുടെ ഐ തിങ്ക് തേഴ്സ്ഡേ ഉണ്ടാക്കിയതാണ് വീഡിയോ. ഞാൻ തേഴ്സ്ഡേയുടെ ഇൻട്രാഡേ പർപ്പസിൽ ഉണ്ടാക്കിയ വീഡിയോ ആണ്. അനാലിസിസ് വീഡിയോ ആയിരുന്നു അത്. സോ അതിൽ ABC ഞാൻ ഓൾറെഡി വെനസ്ഡേ തേഴ്സ്ഡേ 2-3 ദിവസം ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ABC ആയിട്ടാണ് ഇത് കാണുന്നത്. സോ ഫ്രം ഹിയർ ഇത് കണ്ടോ, ഈ റെഡ് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് A ആണ് ഞാൻ കൗണ്ട് ചെയ്തേക്കുന്നത്. ഇത് ഈ സ്ട്രക്ചർ ഒന്നും ബ്രേക്ക് ആയിട്ടില്ല. ഇത് B ആയിരുന്നു ആൻഡ് ദെൻ ഇതാണ് Cയുടെ ഫോളോ വന്നേക്കുന്നത്. ഇതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. ലാസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത മാറ്ററാണ് ഇതെല്ലാവരും കൂടി എക്സാക്ട്ലി അത് വീഡിയോ കാണണം. അപ്പോഴേ നമുക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. യെസ്, ഞാൻ പറഞ്ഞത് കറക്റ്റാണോ ഓർ ഇല്ലയെന്ന് മനസ്സിലായോ. സോ ആ വീഡിയോ ഒന്ന് മസ്റ്റായിട്ട് കാണുന്നു. സോ അതാണ് നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. സോ ഇതിൽ ഞാനിപ്പോൾ വീണ്ടും വെച്ച് കാണിച്ചു തരാം. ഞാൻ ആ വീഡിയോയിൽ എക്സാക്ട്ലി ഇതുപോലെ തന്നെയാണ് ഡിസ്കസ് ചെയ്തായിരുന്നു. സോ അത് നമ്മുടെ ഹൈ ഏതായിരുന്നു, ഈ ഒരു ഹൈ ഇതാണ് നമ്മുടെ 0 പോയിൻറ്റ്. ഓക്കെ, 0 പോയിൻ്റാണ് ഇത്. നമ്മളിത് റെസിസ്റ്റൻസ് ആയി റെഡാക്കി ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, സോ എയുടെ അകത്ത് സ്മോൾ നമ്മൾ ടൈം ഫ്രെയിമിൽ 1, 2, 3 ബൗൺസ് വന്നേക്കാണ്. ഇത് ഓവറോൾ 1, 2, 3 ഇതാണ് വന്നേക്കുന്നത്. ബിയുടെ ബൗൺസ്. ഓക്കെ, ബി പോയേക്കുന്നത് എത്ര വരെയാണ്, 101% വരെ പോയിട്ടുണ്ടോ ഇല്ല എന്ന് നമുക്ക് നോക്കാതെ
101% വരെ പോയിട്ടില്ല, ബട്ട് ജസ്റ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു കണ്ട. 101 പോയിൻറ്റ്സ് വരെ അത്ര വരെ പോയിട്ടില്ല, ജസ്റ്റ് സം പോയിൻറ്റ്സ്. അത് ഈ രണ്ട് റേഷ്യോയുടെ ഇടയിൽ പ്രൈസ് ജസ്റ്റ് ഒന്ന് പോയിട്ട് റിവേഴ്സ് ആയിട്ട് പോകുന്നു. ഓക്കെ, ഇത് അത് തന്നെ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ ലിക്വിഡിറ്റി സ്വീപ്പ് ആവേണ്ടതാണ്. ആൻഡ് ദെൻ പ്രൈസ് എ വന്ന 1 to 3 ബൗൺസ്, ബിയുടെ ബൗൺസ് വന്നെങ്ങനെ 1 to 3 ആൻഡ് താഴേക്ക് വന്ന ഫോൾ അത് സി ആണ്, സി വരേണ്ടതാണ്. സിയുടെ ഫോൾ വന്നില്ല, അത് 1 2 3 4 5 സ്ട്രക്ചറിലാണ് വരേണ്ടത്. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ 1 2 3 4 and 5 സ്ട്രക്ചറിലാണ് ഇതിൻ്റെ ഫോൾ വന്നേക്കനെ. ആൻഡ് ഒരു കാര്യം കൂടി എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ ഇതിൻ്റെ റേഷ്യോ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യും. സപ്പോസ് ABC എയുടെ ഫോൾ വന്നു, ബിയുടെ ബൗൺസ് വന്നു, സി എത്ര വരെ പോകും അത് ഞാൻ പറയാൻ വിട്ടുപോയി. സോ സി നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ്, ഈ ട്രെൻഡ് ബേസ്ഡ് എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിൽ ട്രെൻഡ് ബേസ്ഡ് ഫിബ് എക്സ്റ്റൻഷൻ ഇത് എടുക്കുക. ഈ നമ്മുടെ ഈ 0 പോയിൻറ്റ് ആൻഡ് ഈ ഒരു എ ആൻഡ് ദെൻ ബി നമ്മുടെ പോയിൻ്റ് ഏതാണ് അത്ര വരെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി നമുക്ക് റേഷ്യോസ് നമ്മുടെ കിട്ടും. ആ റേഷ്യോസാണ് നമ്മുടെ 127%, 141%, 161.8% ആണ് നോർമൽ കേസസിൽ. ഓക്കെ, നോർമൽ കേസ്. മിനിമം ചില സമയത്ത് ട്രാപ്പ് ചെയ്യാനുണ്ടാവുമല്ലോ, ട്രാപ്പ് ചെയ്യാൻ മിനിമം കേസസ് എന്താണ്, ദാറ്റ് മീൻസ് ഇവിടുത്തെ ഫോൾ വരുമ്പോൾ ഈ മിനിമം കേസസ് ആണ് 61.80% അത് ചെയ്യുന്നത്. ഈ ഒരു റേഷ്യോ 61.80% ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഇവിടെ പ്രൈസ് സ്റ്റക്കും ആയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് സ്റ്റക്കായത്, പോസ് ആയത്. സോ അതാണ് 61.80%, അത് മിനിമം കേസസിലാണ്, മനസ്സിലായോ? സോ ആ ഒരു അങ്ങനെയും പ്രൈസ് ഇവിടെ വന്നും തീരാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് അത് റെയറാണ്, ഒത്തിരി ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ ഓർ അത് വേറെ സ്ട്രക്ചറിലേക്ക് പോകും. എന്തായാലും നമുക്ക് അത് ഡിസ്കസ് ചെയ്യാനില്ല ഇപ്പം. സോ പിന്നെ മാക്സിമം എത്ര വരെ പോകും, ഫസ്റ്റ് മിനിമം 61.80%, നോർമൽ കേസസ് 161.80% ആൻഡ് മാക്സിമം 261.80% മാക്സിമമാണ്. അതിൻ്റെ താഴെ പോകാറില്ല യൂഷ്വലി, അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത് എല്ലാവരും. അത് പോവുകയാണെങ്കിൽ നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് യെസ്, അതിൻ്റെ സൈൻ എന്താണ്, ഇനി അതിൻ്റെ ഒരു സൈൻ ഉണ്ടാവുമല്ലോ. ദാറ്റ് മീൻസ് ഈ പ്രൈസ് ഈ ഫോളിൽ ABC കഴിഞ്ഞു, ഇനി ഇതിൻ്റെ ഫോൾ കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് മോളിലേക്ക് ബൗൺസ് വരുമെന്ന്, അത് മീൻസ് ഇതിൻ്റെ ഫോൾ കഴിഞ്ഞല്ലോ, തീർന്നല്ലോ. അതിൻ്റെ ഒരു സൈൻ എന്താണ്, അതിൻ്റെ സൈൻ എന്താണെന്ന് അറിയാം. വേഗം 5 മിനിറ്റ്സ് പോവുക, സ്മോളർ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റ്സ് കൗണ്ടിൽ വേഗം സ്മോൾ ടൈം ഫ്രെയിം പോവുക. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി നമുക്ക് ഇവിടെ 90% ചാൻസസ് ഉണ്ടാകും. 90% ഞാൻ ഇവിടെ ഉണ്ടാകും. ഇവിടെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യും, മനസ്സിലായോ? 90% ചാൻസസ് ഉണ്ടാകും ഇവിടെ ABC സ്ട്രക്ചറുടെ സിയുടെ ഫോൾ, ABC സ്ട്രക്ചറുടെ സിയുടെ ഫോൾ തീർന്നു എന്ന് തീർന്നു അവർ അത് സൈൻ തരും. ദാറ്റ് മീൻസ് ഈ ഫോൾ കഴിഞ്ഞു തീർന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു സൈൻ ഉണ്ടാവും. ഇവിടെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ അവർ ഫോം ചെയ്യാനുള്ള ചാൻസസ് 90% മോസ്റ്റ്ലി ഉണ്ടാവാറുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, സോ ഈ ഒരു നമ്മുടെ ഈ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, യെസ് പ്രൈസിൻ്റെ ഫോൾ കഴിഞ്ഞു തീർന്നു, സി നമ്മൾ തീരാറായി, ആൻഡ് ദെൻ മാർക്കറ്റ് ഇനി മുകളിലേക്ക് ബൗൺസ് തരാൻ റെഡിയാണ്. ഫർദർ ഡിസ്കഷൻ ഇവിടുന്ന് ബൗൺസ് വരും, ബാക്കി നെക്സ്റ്റ് അത് പിന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ എന്തായിരിക്കും, നെക്സ്റ്റ് ഇവിടുന്ന് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ബൗൺസ് മുകളിലേക്ക് വീണ്ടും. ഓക്കെ, അത് നമുക്ക് പിന്നെ ഡിസ്കസ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ നോർമൽ കേസസിൽ ABC സ്ട്രക്ചറാണ്. ഓക്കെ, സോ ഇതാണ്. ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് കൂടുതൽ ഫോം ആവുന്നത് ABC സ്ട്രക്ചർ. ബെറ്ററാണ്. ഇതിൻ്റെ കുറേ ഡീപ്പ് അനലൈസിസ് ഇനിയുണ്ട്, ബട്ട് ആദ്യം നിങ്ങൾ ഇത് പഠിക്കുക, കാരണം നമ്മൾ ഇതുവരെ വേവ്സ് വരെ പഠിച്ചിട്ടില്ല. ABC നമ്മുടെ ഇതൊരു ഡിസ്കഷനാണ്. ഇതിൻ്റെ അകത്ത് വേറെ കുറേ ഡീപ്പ് നോളജസ് ഒക്കെ ഉണ്ട്, അത് ഇപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. ടൈമിംഗ് ഉണ്ട്, ഇതിൻ്റെ ഫോൾ എത്ര ക്യാൻഡിൽസിൽ വരുന്നു, ഇതിൻ്റെ ബൗൺസ് എത്ര ക്യാൻഡിൽസിൽ വരുന്നു, ഇതിൻ്റെ ഫോൾ എത്ര ക്യാൻഡിൽസ്, അതൊക്കെ സ്ലോലി നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. അതൊക്കെ എല്ലാം അപ്കമിങ് ടൈമിൽ. ഫസ്റ്റ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, കാരണം ഈ നോളജസ് ഐ തിങ്ക് റെയർ ആയിരിക്കും യൂട്യൂബിൽ. സോ ഇങ്ങനത്തെ ഒരു നോളജസ് എല്ലാവരും കൂടി ലൈവ് മാർക്കറ്റിൽ നടക്കുന്ന കേസാണ്. എല്ലാ ഇൻഡെക്സിലും എല്ലാം മോസ്റ്റ്ലി ഇൻഡെക്സസിൽ ഈ ഫോം ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്റ്റോക്സിൽ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ഇക്വിറ്റി സ്റ്റോക്സിൽ അങ്ങനെയൊക്കെ അങ്ങനത്തെ നടക്കാറുണ്ട് കേട്ടോ. സോ എല്ലാവരും കൂടി. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം.
ഓക്കെ, സോ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സോ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ. താങ്ക് യു, സീ യു, ബൈ.